ഹായ്, ഞാൻ ആർക്കിടെക്ട് സജിത് വട്ടപ്പാറ. വാട്ടർ ടാങ്ക് ഫിൽറ്ററിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പലരും ഈ വാട്ടർ ടാങ്ക് ഫിൽറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, പലർക്കും അതിനെക്കുറിച്ച് അറിവില്ലായിരിക്കും. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഫിൽറ്റർ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ ടാങ്ക് ഫിൽറ്റർ. നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം ഈ ഫിൽറ്ററിലൂടെ ആയിരിക്കും നമുക്ക് താഴത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെയുള്ള കരടുകളെല്ലാം ഇതിൽ നമുക്ക് ബ്ലോക്ക് ആയി കിട്ടും. ഒരു 120 മൈക്രോൺ വരെയുള്ള ആ സൈസിലുള്ള കരടുകളെല്ലാം നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് വെള്ളം കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലംബിംഗ് ഫിറ്റിങ്സ് എല്ലാം എപ്പോഴും കംപ്ലൈൻറ്റ് ആവുന്നത് ഇതേപോലെയുള്ള കരടുകളെല്ലാം അടിഞ്ഞിട്ട് ലീക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതുപോലുള്ള മെയിൻ കരടുകളെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ ഈ പ്ലംബിംഗ് ഫിറ്റിങ്സ് ഉണ്ടാകുന്ന കംപ്ലയിൻസ് എല്ലാം നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലംബിംഗ് ഫിറ്റിങ്സുകളുടെയൊക്കെ ലൈഫ് നന്നായിട്ട് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റും നമുക്ക് നന്നായിട്ട് ലാഭിക്കാൻ സാധിക്കും. ഇനി ഈ വാട്ടർ ടാങ്ക് ഫിൽറ്റർ ഫിറ്റ് ആക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോകുന്ന ഭാഗത്ത് വേണം നമുക്ക് ഈ ഫിൽറ്റർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മോട്ടറിൻ്റെയും ടാങ്കിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഈ ഫിൽറ്റർ എന്തായാലും പിടിപ്പിക്കരുത്. അത് പ്രശ്നമാണ്. ഈ വെള്ളം പുറത്തോട്ട് പോകുന്ന ഭാഗത്ത് വേണം ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് വെള്ളമൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലിവർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ കരടൊക്കെ അടിഞ്ഞ് എന്തെങ്കിലുമൊക്കെ മെയിൻ്റനൻസ് വേണമെങ്കിൽ നമുക്കിത് കൈകൊണ്ട് തന്നെ തുറന്ന് ക്ലീൻ ആക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഈ വെള്ളം നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിൽറ്റർ ഓപ്പൺ ചെയ്ത് നമുക്ക് കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്ലീൻ ആക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പല കമ്പനികളനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റിൽ വേരിയേഷൻ വരാറുണ്ട്. നോർമലി ഒരു 1500 മുതൽ 2000 വരെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരാറുള്ളത്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ വാട്ടർ ടാങ്ക് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഒരു കോമൺ യൂസിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.